പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടി നമ്മൾ ഉണങ്ങി നിൽക്കുന്ന ഈ ചെടിയുടെ കമ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിലാണ് നമ്മൾ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കുന്നത്. നമ്മളിതിന് പെയിന്റ് ഒന്നും കൊടുത്തെടുക്കുന്നില്ല. നമ്മുടെ കയ്യിൽ സ്പ്രേ പെയിന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. സ്പ്രേ പെയിന്റ് ഒക്കെ കൊടുത്തെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ള ഫ്ലവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാറ്റൻ റിബൺ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതാ നമ്മൾ ഇതിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ഇതുകൊണ്ട് ഫ്ലവർ ചെയ്തെടുക്കണം. ഇതുപോലെയാണ് നമ്മൾ ഫ്ലവർ ചെയ്തെടുക്കുന്നത്. ഇതിന്റെ ഫസ്റ്റിൽ വരുന്ന ആ ഒരു ഭാഗം ഇതുപോലെ മടക്കിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലത്തെ ഫ്ലവറൊക്കെ ഒരുപാട് തവണ നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചെയ്തെടുക്കാൻ അറിയും എന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് പോയി നോക്കുക. വീഡിയോസൊക്കെ കണ്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം താഴെ കമന്റ് ബോക്സിൽ പറയണം. അപ്പൊ നമ്മൾ ഇതുപോലെ ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിന് ഇടയിലൂടെയൊക്കെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചെടുക്കുന്നത്. നമുക്ക് വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാണിത്. ഇതുപോലെ തന്നെ നമ്മൾ കുറെ ഫ്ലവർ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള പൂക്കളെല്ലാം നമുക്ക് ആ ഒരു പുല്ലിലേക്ക് ഒട്ടിച്ചെടുക്കണം. ഈ ഒരു പുല്ലിൽ നമ്മൾ ഗോൾഡൻ കളർ സ്പ്രേ പെയിന്റ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പൊ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പൂക്കളും നമ്മൾ ഇതിലേക്ക് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഇതുപോലെ എല്ലാ പൂക്കളും നമുക്ക് അതിലേക്ക് ഒട്ടിച്ചെടുക്കാം. നമ്മൾ ഉപയോഗിക്കാത്ത പുൽച്ചൂലൊക്കെ ഉണ്ടെങ്കിൽ അത് കഴുകി ഉണക്കിയെടുത്തതിന് ശേഷമൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ സിമ്പിളായി നമുക്ക് ഇതുപോലെ ഒരു ബൊക്കെ ചെയ്തെടുക്കാം. എല്ലാ പൂക്കളും നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് ഇതാ നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഇതുപോലത്തെ നെറ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഇത് നമ്മൾ ഇതിനകത്തേക്കൊന്ന് വെച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ അതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഗ്ലിറ്റർ പേപ്പർ കോൺ ഷേപ്പിലാക്കി എടുത്തൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള ഗ്ലിറ്റർ പേപ്പർ നമ്മൾ കോൺ ഷേപ്പിലാക്കി ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ അതെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്കാണ് അത് വെച്ച് കൊടുക്കേണ്ടത്. ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഫ്ലവർ ചെയ്തെടുത്തിട്ടുള്ള സാറ്റൻ റിബൺ കൊണ്ട് തന്നെ ബോ ഷേപ്പിലാക്കി എടുത്ത് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും ഇവിടെ ആയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിന്റെ സെന്ററിലായിട്ട് നമ്മൾ ഈ ഒരു സ്റ്റോണും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലെല്ലാം ഈ തെർമോകോൾ ബാൾസും കൂടെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ അതിൽ മുഴുവനായിട്ടും തെർമോകോൾ ബാൾസ് ഒക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ മുകളിലായിട്ട് കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളയാണ്. അപ്പൊ നമ്മൾ ഉണങ്ങിയ ചെടിയിൽ ചെയ്തെടുത്തിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ബൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആ ഒരു പുല്ലിൽ പെയിന്റും കൂടെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതിലും ഭംഗിയായിരിക്കും കാണാനായിട്ട്. നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ബൊക്കെ നമ്മൾ ഈ ഒരു ബോട്ടിലിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് കാണാനായിട്ട്? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.